അന്വേഷണ ഏജൻസിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാനിടയായ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല ഞാൻ പോയത്, അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ്. 2017-18 കാലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ട് ആ വർഷം ഞാൻ ഓർക്കുന്നില്ല. 16 മന്ത്രിയായി ഞാൻ ശബരിമല ഉത്സവകാലത്ത് എത്തുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ശബരിമലയിൽ നിൽക്കുന്നതായിട്ടുള്ള പോറ്റിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ദിവസമാണെന്ന് തോന്നുന്നു. പോകുന്ന ദിവസം തന്നെയാണ് പോറ്റി എന്നെ വിളിച്ചിട്ട് യാത്രാ മധ്യേ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്. കാര്യമായിട്ടാണ്, നമ്മുടെ ജില്ലയിൽ തന്നെയാണ്, ആ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഒന്ന് ആ ചടങ്ങിലൊന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ആ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് പാർട്ടിയുമായിട്ടാണ് എന്നെ ആ വീട് കാണിച്ചു തരാനായിട്ട് പോലീസ് പാർട്ടിയാണ് കൂടെ ഉണ്ടായിരുന്നു. പോലീസ് പാർട്ടിയുമായിട്ട് അവിടെ പോകുന്നുണ്ട്. അവിടെ ചെറിയ ചടങ്ങ് മറ്റും നടക്കുന്നുണ്ടായിരുന്നു. ചടങ്ങ് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ചെറിയ കുട്ടിയുടെ 1ാമത് ജന്മദിന ചടങ്ങോ അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ചടങ്ങിൽ പങ്കെടുത്തു, അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ ശബരിമലയ്ക്ക് പോവുകയും ചെയ്തു. ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങി പോയതാണ്. ഇന്നത്തെ തരത്തിലല്ലല്ലോ അന്ന് ഞാനും പലരും പോറ്റിയെ കണ്ടിട്ടുള്ളത്. ശബരിമല സ്വാമിയുടെ ഒരു ശരിയായിട്ടുള്ള ഭക്തൻ എന്നുള്ള നിലയിലാണ് പോറ്റിയെ അന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പോകാൻ തന്നെ ഇടയായതില്ലെങ്കിൽ പോകുമായിരുന്നില്ല. അതാണ് ആ യാത്രയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഞാനത് അന്വേഷക സംഘത്തോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോറ്റി ഒരു മൊഴി കൊടുത്തതായിട്ട് പറഞ്ഞുകൊണ്ട് അന്വേഷക സംഘം അങ്ങനെ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ അങ്ങോട്ട് പറയാനുണ്ടായത്.